ഓഗസ്റ്റ് 15 ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ സ്വപ്നമായ ദിവസമാണ്. നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം വാങ്ങിക്കുന്ന 78ാമത് വർഷം പിന്നിടുന്നു. നമ്മുടെ ഭാരതത്തിന് ലഭിച്ച സ്വാതന്ത്ര്യം പൂർവ്വപിതാക്കന്മാരുടെ വളരെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനികളായ പല പ്രിയപ്പെട്ടവരും മൺമറഞ്ഞു പോയി. നമ്മുടെ ഭാരതത്തിന് ലഭിച്ച സ്വാതന്ത്ര്യ നിമിത്തം വരുന്ന തലമുറകളൊക്കെയും ഇപ്പോൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഓർക്കുന്ന ദിവസവും സ്കൂളുകളിലും ക്യാമ്പസുകളിലും കലാലയങ്ങളിലും ഒക്കെ ഇന്ന് വളരെ പ്രോഗ്രാമുകൾ നടക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ഭാരതത്തിന് നേടിത്തന്ന സ്വാതന്ത്ര്യ നിമിത്തം ഉണ്ടായ സന്തോഷം ഏതൊരു ഭാരതീയന്റെയും ഹൃദയത്തിൽ മറക്കാൻ കഴിയാത്ത സ്വപ്നമാണ്. സ്വാതന്ത്ര്യമില്ലാതെ നമ്മുടെ ഭാരതത്തെ ഉച്ചൂടെ പിടിച്ചുകൊണ്ടിരുന്ന വെള്ളപ്പട്ടാളങ്ങളെന്ന് നാം വിളിക്കുന്ന പറമ്പിപ്പട്ടാളങ്ങൾ ഭാരതത്തിന്റെ കാർഷിക നന്മകൾ മുഴുവനും ഇന്ത്യയുടെ സ്വത്തുക്കൾ മുഴുവനും കവർന്നു കൊണ്ടുപോയ ഒരു കാലഘട്ടത്തെ കുറിച്ച് നാം തിരിഞ്ഞ് ചിന്തിക്കാറുണ്ട്. ഇവിടുത്തെ കാർഷിക സമ്പത്തുകളുടെ വിളവുകളെല്ലാം ഇവിടുത്തെ ഭാരതീയർ അനുഭവിക്കേണ്ട നന്മകൾ മുഴുവനും മുച്ചൂടെ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോയി ഇന്ത്യ എന്ന ഭാരതത്തെ അടിമനുഖത്തിന്റെ നൂലാം പാലത്തിലൂടെ കടത്തിവിട്ട ഭരണചക്രങ്ങളെ തിരിച്ചു പിടിക്കാനായി വിവിധ തരത്തിലുള്ള സമരമുറകളിലൂടെ നേടിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യം ഏതൊരു മനുഷ്യനും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ആ സ്വാതന്ത്ര്യത്തെ ഓർക്കുന്ന ഈ ദിവസം മനുഷ്യനായി ജനിച്ചിട്ടുള്ള ഭാരതീയൻ അത് മറക്കാൻ കഴിയുന്നതല്ല. വടക്കേ ഇന്ത്യ മുതൽ ഇങ്ങോട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് വളരെ വലിയ പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വിവിധയിടങ്ങളിൽ നടക്കുന്ന ഈ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശ ഭാഗം കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ ഭരണകർത്താക്കളും ആവോളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭാരതത്തെ ലഹരി വിമുക്തമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവിടുത്തെ പഞ്ചായത്തുകളും രാഷ്ട്രീയ നേതാക്കന്മാരും പോലീസ് അധികാരികളും സാമൂഹിക പ്രവർത്തകരുമൊക്കെ ഈ ഭാരതത്തെ എങ്ങനെ ലഹരി വിമുക്തമാക്കാമെന്ന് ചിന്തിച്ചാണ് അവരെ ആവോളം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ലഹരിയുടെ മായാജാല കൂട്ടിനകത്ത് കുടുങ്ങിപ്പോയ ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പേര് ഇപ്പോൾ മദ്യപാനികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എന്റെ ചെറുപ്രായം വളരെ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു മദ്യപാനിയെ കാണുവാൻ വളരെ ബന്ധപ്പെടുമായിരുന്നു. ഒരു മദ്യപാനി വരുന്നു എന്ന് പറയുമ്പോൾ ദൂരെ നിന്ന് ഒരു മദ്യപാനി വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയം രഹിതരായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ മദ്യപാനികളെ കണ്ടൊരു കാലമുണ്ട്. എന്നാൽ ഇന്നും അങ്ങനെയല്ല. വീട്ടിലുള്ളവരെ മുഴുവൻ മദ്യപാനികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ അപ്പൻ മദ്യപാനിയാണെങ്കിൽ മക്കളും മദ്യപാനികളായി മാറുകയാണ്. തീർന്നില്ല, അമ്മയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന കാലത്തിലേക്ക് നമ്മുടെ രാജ്യം പതനത്തിന്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലഹരി വിമുക്തമാക്കുവാൻ നമ്മുടെ ഭാരതത്തിൽ നിരവധി വഴികളെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളെ തൊട്ടുവിട്ട് ഈ പ്രഭാഷണത്തിന് ഞാൻ പര്യവസാനം കൊടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപരി പഠനത്തിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിൽ ചെല്ലുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടുത്തെ വലിയ കോളേജുകളിലെ പഠനം മാതാപിതാക്കൾ സ്വപ്നം കണ്ടാണ് അയക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണത്തിനകത്ത് നമ്മുടെ കുരുന്നോമനകൾ പെട്ടുപോവുകയാണ്. എവിടെ നിന്നാണ് തുടക്കമെന്ന് ഞാൻ പറഞ്ഞു തരാം. +2 കഴിയുമ്പോഴേക്കും ഉപരിപഠനത്തിനായി കോളേജുകളിലും ക്യാമ്പസുകളിലും കലാലയങ്ങളിലും നമ്മുടെ കുരുന്നോമനകളെ നമ്മൾ വളരെ സ്വപ്നം കണ്ടാണ് അയക്കുന്നത്.
കോളേജുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന അതിവിശാലമായ DJ പാർട്ടി പ്രമാദമായി തലമുറകളെ മാടി വിളിക്കത്തക്ക നിലയിൽ ക്രമീകരണം ഒരുക്കി വെച്ചിരിക്കുന്നു. DJ പാർട്ടിയുടെ പ്രത്യേകത നാം കാണുന്നുണ്ട്. വളരെ വലിയ പന്തലുകൾ ക്രമീകരിക്കും. ഏതു മനുഷ്യന്റെയും കാതടപ്പിക്കുന്ന സംഗീതം. മാത്രമല്ല മനുഷ്യന്റെ ചിന്തയ്ക്കപ്പുറമുള്ള ലേസർ ലൈറ്റുകളുടെ പ്രഭാപൂരമായിരിക്കും. രതി പരിമളം ചേർന്നുള്ള നൃത്തങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ കഴിക്കുവാനായി കുടിക്കുവാനായി കുഞ്ഞുങ്ങൾക്ക് രഹസ്യമായി കഞ്ചാവ്, ഹെറോയിൻ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള മോർഫിൻ, കൊക്കോയിൻ, തീർന്നില്ല, അങ്ങനെ വിവിധ തരത്തിലുള്ള നിലവാരത്തിലെ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ തലമുറകൾക്ക് കൈമാറും. പ്രാരംഭ ദിവസം ഇത് ഉപയോഗിക്കുന്ന തലമുറ അടുത്ത ദിവസത്തേക്ക് ഇതിനെ ആഗ്രഹിക്കത്തക്ക നിലവാരത്തിൽ അതിന് അടിമകളായിത്തീരും. ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച കുഞ്ഞുങ്ങൾക്ക് ആദ്യ ദിവസം കൊടുക്കുമ്പോൾ അത് ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അടുത്ത ദിവസം അവർക്കത് വിലപിടിപ്പുള്ളത് വിലയായി കൊടുത്തെങ്കിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന നിലവാരത്തിലേക്ക് അവരുടെ ചിന്തയും ബുദ്ധിയും കൊണ്ടുപോകും. സമയങ്ങളും നേരങ്ങളും സാഹചര്യങ്ങളും പിന്നിടുമ്പോൾ ഈ ഉപയോഗിക്കപ്പെട്ട ലഹരി വീണ്ടും അവർക്ക് ആസ്വദിക്കാനായി ആഗ്രഹിക്കും. മാതാപിതാക്കളുടെ പണം അവർ കൊള്ളയിടും. വഴിയെ പോകുന്ന സഹോദരിമാരുടെ കഴുത്തിൽ നിന്ന് മാലകൾ പിടിച്ചു പറിക്കും. നമ്മൾ കാണുന്നുണ്ട്. ഇവിടുത്തെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം കാണുന്നതിൻ്റെ കാരണം ഇങ്ങനെ ലഹരിക്ക് വേണ്ടി, സാമ്പത്തികത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ അലയാൻ തുടങ്ങും. മാതാപിതാക്കളുടെ സ്നേഹം വിട്ടെങ്ങോ അകലേക്ക് അവർ പോകും. എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരം, ഏതോ ഇരുളറയിലേക്ക് അവർ അകന്നു പോകും. സ്വപ്നം കാണുന്നതെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിയാതെ വണ്ണം എത്ര ആഗ്രഹിച്ചാലും മടങ്ങി വരാൻ പറ്റാത്തൊരു തീരത്തേക്ക് അവർ അകന്നുകൊണ്ടേയിരിക്കും. അവരുടെ ജീവിതം ഒരു കൂരിട്ടായി മാറും. ആഹാരം കഴിക്കാതാകും, വയർവീർപ്പ്, അസ്വസ്ഥതകൾ ഉണ്ടാകും. പിന്നത്തേതിൽ രോഗികളായി മാറും. പാപരഹിതനായി തീരുന്ന മനുഷ്യനെ മാറ്റാൻ പറ്റാത്ത നിലവാരത്തിൽ, ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവർ പിന്നത്തേതിൽ ആഗ്രഹിച്ചാലും മടങ്ങി വന്ന് സ്വാതന്ത്ര്യമായി ജീവിക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക്, മദ്യത്തിന്റെ അടിത്തട്ടിലേക്ക് അവർ വീണുപോകും. ഇങ്ങനെ ലഹരി കൊണ്ട് അനേക കുരുന്തോമരകളെ തകർത്തു കളയുന്ന DJ പാർട്ടികളും മറ്റു സംഭവങ്ങളുടെ പരമ്പരകളും നമ്മുടെ ഭാരതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ, പോലീസ് അധികാരികൾ ഇതിനെ എങ്ങനെയെങ്കിലും ഉച്ചൂടെ മുടിച്ചു കളയാനായി ഒത്തിരി സംരംഭം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ലഹരി വിമുക്തമായി കേരളമാക്കണം, ഭാരതമാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ അതിൽ പട്ടുപോകാതിരിക്കാൻ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ അതിനായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, മദ്യപാനം എന്നത് മരണമാണ്. നീ എടുത്തുപയോഗിക്കുന്നത് നിന്നെ മരണത്തിലേക്ക് നയിക്കുമെന്ന് ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്. മരണം, മരണം ഇവിടെ വിൽപ്പന ചരക്കായി വെച്ചു ഇരിക്കുകയാണ്. ഏതൊരു മനുഷ്യനെയും മാടി വിളിച്ച് അവന്റെ അകത്തേക്ക് വിഷം കുത്തിവെച്ച് അവനെ മദ്യത്തിന്റെ ലാഞ്ചനയ്ക്കകത്തേക്ക് പിടിച്ചു മുറുക്കുന്ന മദ്യത്തെ വിട്ടോടാൻ കഴിയുമോ കുഞ്ഞേ? പാവമെന്ന മദ്യത്തെ വിട്ടകന്നു മാറാൻ ഏത് മനുഷ്യന് കഴിയും? അവൻ ഒരനുഗ്രഹിക്കപ്പെട്ടവനായി മാറുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യത്തിന്റെ ലാഞ്ചന നിമിത്തം നമ്മുടെ കുരുനോമനകൾ തകർന്നു പോകാതിരിക്കാനായി എന്താണ് ചെയ്യേണ്ടത്? ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഏത് ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്? എവിടുന്നാണ് ഒരു ആശ്വാസമെന്ന് പലരും ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ ഞങ്ങളെ പോലുള്ള പലരും തെരുവീതികളിൽ ഇങ്ങനെ പ്രഭാഷണം നടത്തിയിട്ട് ബോധവൽക്കരണം നടത്തി വരുന്നു. അതിലൂടെ അനേകര് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയവരൊക്കെയും രക്ഷപ്പെടുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പല വിധത്തിലും നേർച്ചകൾ കൊടുത്തിട്ടും കഴിയാതെ പോകുന്നത്, കാഴ്ചകൾ വെച്ചിട്ട് കഴിയാതെ പോകുന്നത്, എങ്ങനെ എനിക്കിതിൽ നിന്നൊരു മാറ്റം ലഭിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നത്, ഞങ്ങൾ ഉച്ചസ്വരം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിപ്പ് കേടുവാൻ ആയുസ്സിന് കഴിയും മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു എന്ന നാമത്തിന് മാത്രമേ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഈ ലഹരി വിമുക്തമാക്കുവാൻ കഴിയത്തുള്ളൂ. മറ്റൊരു മരുന്നുകൾക്കും കഴിയത്തില്ല. മനുഷ്യന്റെ മനസ്സിന് മാറ്റം വന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ കൊലപാതകങ്ങൾ
അസ്തമിക്കത്തുള്ളു, അവസാനിക്കത്തുള്ളു. കൊലപാതകത്തിന്റെ പരമ്പരയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ, പാപത്തിന്റെ ഈടുറ്റ വഴിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ, തെറ്റായ അസാൻമാർഗമായ വഴിയിൽ നിന്ന് രക്ഷിക്കുവാൻ മാതാവേത്, ഒരു ദുരിതം തന്ന അമ്മയേത്, കൂടെ പറഞ്ഞ സഹോദരങ്ങളേതെന്ന് തിരിച്ചറിയാതെ ലോകത്തിന്റെ ഇമ്പത്തിൽ ഓടുന്നവരെ ക്രിസ്തുവിന്റെ പാതയിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. ആ മാർഗത്തിലൂടെ വന്നവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അനാഥ പട്ടണം എന്റെ പട്ടണമായതുകൊണ്ട് ഞാൻ ഉറക്കെ പറയുന്നു, ഈ പട്ടണത്തിൽ അനേക മദ്യപാനികളുണ്ട്. നിങ്ങൾ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് ഹിതമാമണ്ണം ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പ്രഭാഷണത്തിന് ഞാൻ പര്യവസാനം കൊടുക്കുന്നു. ഇതുവരെ ശാന്തമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ ദേശനിവാസികളെ, ഡ്രൈവേഴ്സ് തൊഴിലാളികളെ, എൻ്റെ സ്നേഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ക്രിസ്തയേശുവിലെ നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ഞങ്ങളുടെ കൂട്ടുവേലക്കാരൻ കർത്താവിൻ്റെ ദാസൻ ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഈ പട്ടണത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. ഇവിടെയുള്ള വ്യാപാരി വ്യവസായികളെ അനുഗ്രഹിക്കും. നമ്മുടെ പട്ടണത്തിൽ നിന്ന് അനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ മാറിപ്പോകുവാൻ സർവകൃപാലുവാകുന്ന ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം ലഭിക്കുവാൻ ഇതൊരു മുഖാന്തരമാകട്ടെ എന്ന് പറഞ്ഞ് ഈ പ്രഭാഷണത്തിന് ഞാൻ പര്യവസാനം കൊടുക്കുന്നു. കർത്താവിൻ്റെ ദാസൻ അലക്സാണ്ടർ ഒരു വാക്ക് പ്രാർത്ഥനയും നമ്മെ സഹായിക്കും.